റിയൽ ജിപിയുടെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും കുറെ നാളായി നമ്മള് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട്. സോ ഇതുവരെ നമ്മള് ഗെയിമൊക്കെ കളിച്ച് ഫുൾ സ്ട്രെസ് ആണ്. സോ ഞാൻ കുറെ നാളായി, നിങ്ങൾ കുറെ പേര് പറയണ്ടായിരുന്നു മിസ്റ്റർ ബീസിന്റെ റിയാക്ഷൻ ഒക്കെ ചെയ്യാൻ. സോ ഇതിന് മുന്നേ നമ്മളൊരു മിസ്റ്റർ ബീസ് വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായി. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. സോ ഞാൻ വിചാരിച്ചു ഓക്കെ മിസ്റ്റർ ബീസിന്റെ ഒരു കിടിലൻ വീഡിയോ എനിക്ക് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അത് കണ്ടിട്ടില്ല. സോ ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് ടെക് ഐറ്റംസ് മിസ്റ്റർ ബീസ് പോയിട്ട് കാണുന്നതാണ്. ആൻഡ് അതാണ് ഈ ഒരു വീഡിയോ. സോ ഞാൻ ഇത് റിയാക്ട് ചെയ്ത് വിചാരിച്ചു. ആൻഡ് യെസ്, നമുക്ക് നോക്കി നോക്കാം. ഞാനിത് കണ്ടിട്ടില്ല. എന്ത് നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ടെക് എന്നുണ്ട് ഇങ്ങനെ എന്തൊക്കെയാ കാണിക്കാൻ പോണെന്ന് നിങ്ങൾക്ക് അറിയാലോ. സോ കണ്ടു നോക്കാം. പക്ഷെ ഒരു കാര്യം, നമ്മൾ ഈ വീഡിയോ കാണാൻ പോണത് മലയാളത്തിലാണ്. സോ മിസ്റ്റർ ബീസും മലയാളത്തിൽ പറയുന്ന രീതിയിൽ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. ഇംഗ്ലീഷ് എല്ലാവർക്കും ഓക്കെ, ലൈക്ക് മലയാളം നമ്മുടെ സ്വന്തം ലാംഗ്വേജിൽ വീഡിയോ കാണാൻ പറ്റിച്ചു, അതല്ലേ ഏറ്റവും അടിപൊളി. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ആൻഡ് നമ്മുടെ ഇനി നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഇതൊരു $1 ബില്യൺ വിലയുള്ള റോക്കറ്റ് ആണ്. ഒരു ദിവസം നിങ്ങൾ ചൊവ്വയിലെ നിങ്ങളുടെ വീട്ടിലേക്ക്, അതായത് $500 മില്യൺ വിലയുള്ള ഈ ബയോസ്ഫിയറിലേക്ക് എത്തിക്കുന്ന ഒരു ഫ്യൂച്ചർ ടെക്നോളജി. ദൈവമേ, ഈ വീഡിയോയിലുടനീളം ഫ്യൂച്ചർ എത്ര അടിപൊളിയായിരിക്കുമെന്ന് ശരിക്കും പോയി. അയാൾ അവിടെ നടന്നു പോകണ്ട. ഇങ്ങനെ പിന്നെ പറയാൻ പറ്റില്ല. VFX മറ്റേ സാധനമൊക്കെ ഉണ്ടെങ്കിലും ഷീര് വേറെ ലെവലാ. ലെറ്റ്സ് ഗോ. നിങ്ങൾക്ക് കാണിച്ചു തരാം. ജീവികളെ എങ്ങനെയാണ് തിരികെ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഇതിൽ കാണാം. ഇത് ശരിക്കും ഫ്യൂച്ചർ ആണ്. എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുന്ന ഫ്ലൈയിങ് കാറുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം തുടങ്ങുന്നത് ഈ $1 ലൈറ്റിൽ നിന്നാണ്. ലക്ഷക്കണക്കിന് ലൈറ്റുകൾ ഒരുമിച്ച് ചേർത്താൽ മനുഷ്യരാശിയുടെ ഭാവി അല്ലെങ്കിൽ ചൊവ്വയുടെ നമുക്ക് സിമുലേറ്റ് ചെയ്യാം. ഭൂമിയിൽ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയ ടെക്നോളജികൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അടുത്തത് $10,000. ആക്ച്വലി നല്ല രസമുണ്ട് ഇയാളെ മലയാളം സാധനം കേൾക്കാൻ. ആക്ച്വലി ഇയാളല്ലാതെ ഡബ് ചെയ്യണ വേറെ ആളാ. സ്റ്റിൽ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല, നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ കാണായിരുന്നു. ഹിന്ദി ഒക്കെ വന്നപ്പോ എനിക്ക് ഹിന്ദി മലയാളം വരുന്നുണ്ടായിരുന്നു. സോ മലയാളം ഈസ് കുറച്ച് അടിപൊളിയാണ്. ഒരു ടെക്നോളജിയാണ് ന്യൂറാലിങ്ക്. ഇത് സർജറിയിലൂടെ തലച്ചോറിൽ ഘടിപ്പിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ചിപ്പാണ്. നോളഡിനെ പോലെയുള്ളവരെ ലോകവുമായി വീണ്ടും കണക്ട് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. കഴുത്തിന് താഴെ തളർന്നു പോയതാണല്ലേ? അതെ, 8 വർഷത്തോളമായി ഞാൻ എന്റെ ജീവിതത്തിന്റെ ഒരു അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. പിന്നീട് നിങ്ങൾക്ക് ഇത് $10K സാധനമായിട്ടാ മനസ്സിലായില്ലേ? അതെന്ത് മാറ്റമാണ് വരുത്തിയത്? ചെയ്യാൻ പറ്റും. ഒരാൾക്ക് കമ്പ്യൂട്ടർ ചെയ്യാൻ പറ്റുന്ന എല്ലാം എനിക്ക് പറ്റും. സ്വന്തം തലച്ചോറ് മാത്രം ഉപയോഗിച്ചാണ് നോളൻ ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങളുടെ ചിന്തകൾ ഉപയോഗിച്ചാണോ ഇത് നീക്കുന്നത്? അതെ അതെ. ഉപയോഗിച്ച് മെസ്സേജ് അയക്കുന്ന എനിക്കൊന്ന് കാണണം. ഓക്കെ, അവന്റെ കൈകൾ തളർന്നതാണ്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാം. നോളന്റെ തലച്ചോറിൽ നിന്നുണ്ടാകുന്ന ന്യൂറോണുകളെ മൂവ്മെന്റുകളാക്കി മാറ്റാൻ പുള്ളി തന്റെ മനസ്സുകൊണ്ട് ഇത് നമ്മൾ കണ്ടോ മറ്റേ പുള്ളിയുടെ ഐലൻഡിൽ പോയ മറ്റേ പുള്ളി നിങ്ങൾക്ക് അറിയാലോ. എന്താ പേര്? അയ്യോ, ആളെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. ആളെല്ലാം ഞാൻ അത് കണ്ടാണ്. പക്ഷെ ഇത് ഈ പുള്ളിയുടെ ഉണ്ട് $10K ആണിത്. ഓ, നമ്മുടെ ഏത് ലെവലില രാജ്യം പോണതല്ലേ, നമ്മുടെ വേൾഡ് പോണല്ലേ? ഇതൊരു ഗംഭീര കണ്ടുപിടുത്തമാണല്ലേ? പുള്ളിക്ക് ഇത് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നീ ലെഫ്റ്റ് എന്ന് വിചാരിക്കുന്നു, ഇപ്പോൾ റൈറ്റ് തിരിയാൻ പോവാണ്. ഔട്ടാകല്ലേ? അയ്യോ, പോയി. കളിച്ചവൻ ഞങ്ങളെ ശരിക്കും തകർത്ത് കളഞ്ഞു. കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നു ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. ഫ്യൂച്ചർ ടെക്നോളജിക്ക് മനസ്സിനെ മാത്രമല്ല ശരീരത്തെയും സഹായിക്കാൻ സാധിക്കും. കൈയില്ലാതെ ജനിച്ച് നിർഭാഗ്യവശാൽ റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു 12 വയസ്സുകാരൻ തനിക്ക് കിട്ടാൻ പോകുന്നത് ഇതാണെന്നാണ് കൈ വിചാരിച്ചോണ്ടിരിക്കുന്നത്. ഇത് കഷ്ടമാണ്. അവനൊരു ഫേക്ക് ഡോക്ടറിന്റെ ഓഫീസിലാണെന്നോ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ബയോണിക് ആമാണ് കിട്ടാൻ പോകുന്നതെന്നോ അവനറിയില്ല. അത് ഇയാൾ കൊടുക്കണതാണ് ഇയാളുടെ സ്വന്തം കസ്റ്റം സാധനം. $25,000 ഒരു ബയോണിക് ലിഗ്മെന്റ്. അവനൊരു സർപ്രൈസ് കൊടുക്കാം. ഹായ് കായ്. ഹലോ. മോനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ എന്റെ അടുത്ത് പറയാം. എനിക്ക് 12 വയസ്സുണ്ട്. എന്നെ ചൈനയിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതാണ്. അവിടെ ഇരിക്കുന്ന ജിമ്മിയാണെന്ന് കായ്ക്ക് ഒരു ഐഡിയ. ഈ ചാനലിന്റെ വലിയൊരു ഫാൻ ആണെന്ന് ശരിക്കും ചാൻസ് ആയില്ല. അതെ, നിനക്ക് കിട്ടാനിരുന്ന കൈ അത് ഇതാണ്. എനിക്കിത് പോരെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയ ബയോണിക് ആമാണിത്. നിനക്ക് സ്പോർട്സ് ഒക്കെ ഇഷ്ടമാണെന്നും ആക്റ്റീവ് ആയിരിക്കാൻ ഇഷ്ടമാണെന്ന് അമ്മ പറഞ്ഞിരുന്നു. എനിക്ക് വിശ്വസിക്കാനേ വയ്യ. ഈ കൈയുടെ മറ്റൊരു പ്രത്യേകത ഇതിലെ സെൻസറുകളാണ്. ഒന്നിനും ബലം കൊടുക്കാതെ തന്നെ നിനക്ക് ഈ കൈ ഉപയോഗിക്കാൻ പറ്റും. നിന്റെ നെർവുകളുടെ ചലനം തിരിച്ചറിയാൻ ഇതിലെ സെൻസറുകൾക്ക് സാധിക്കും. എന്താ ഇത് അടിപൊളിയല്ലേ? അടിപൊളി. ചുമ്മാ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാണാനും ഇതൊക്കെ ഇഷ്ടം. അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നുണ്ടായത്. മേ ബി നിങ്ങൾക്ക് അത്ര ഇഷ്ടമാവോന്ന് എനിക്കറിയില്ല. കഷ്ണം പിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്ക്. ഇത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ശരി, എനിക്കൊരു ഷേക്ക് ഹാൻഡ് എന്ന് നോക്കുന്നോ?
ശരിക്കും എടാ അയാളൊന്നും ചെയ്തില്ലേ, ചുമ്മാ അടുത്ത് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ, അപ്പോഴേക്കും സാധനം വർക്കായി. പക്ഷെ ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാ പറഞ്ഞില്ലേ. $25,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മണി എത്ര വരും നിങ്ങൾ ചുമ്മാ ആലോചിച്ച് നോക്ക്. ഓ മൈ ഗോഡ്, $1 തന്നെ ഇപ്പൊ 100 രൂപയുടെ അടുത്തുണ്ട്. $25,000 ഭയങ്കര അധികടാ, ഭയങ്കര അധികം. ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്. $25,000 എന്ന് പറഞ്ഞാൽ ഒരു 25 ലക്ഷത്തിന്റെ അടുത്ത് എന്തോ ഉണ്ട്. കറക്റ്റ് എമൗണ്ട് 25 ലക്ഷത്തിന്റെ അടുത്ത്. എന്റെ അമ്മോ, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ തന്നെ അടിപൊളി. പിന്നെ നിനക്ക് എപ്പോഴെങ്കിലും ബീച്ച് ഫ്രെയിമിംഗ് വേണ്ടെന്ന് തോന്നിയാൽ അത് എളുപ്പത്തിൽ ഊരി മാറ്റാം. ഞാനിത് അത് എപ്പോഴും വെക്കണമെന്നില്ല. ഓ ഓക്കെ, ബീസിന്റെ ഫ്രെയിമാണ് അത്, വേണമെങ്കിൽ വരാം. ലൈഫിലെ ഏറ്റവും നല്ല ദിവസം ശരിക്കും? തന്നെ. ഓ, ഓ, എന്താന്ന് ഓ. വെച്ചാ നിങ്ങൾ ആളുകളെ സഹായിക്കുന്ന ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അത് ഞാനായിരിക്കുന്നു ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതാണ് ഈ ബയോണിക്കാം ജീവിതം തന്നെ മാറ്റിമറിക്കും. പക്ഷെ $1,50,000 ഈ ഫ്ലൈറ്റ് കാറിന്റെ അത്രയും ഒരിക്കലും വരില്ല. ആ സാധനം എന്നെക്കാളും മുമ്പ് ഓഫീസിൽ സോ ഇതാണ് അടുത്ത ഐറ്റം. നിങ്ങൾക്ക് എവിടെയാണ് ഫ്ലൈ ചെയ്ത് പോവാം. ഇതൊക്കെ ആൾക്കാരെ കയ്യിലുണ്ടാ. ഞാൻ അതാലോചിക്കണം, നമ്മുടെ നാട്ടിൽ ഈ സാധനം വരണമെങ്കിൽ ഒരു 10-50 വർഷം കഴിയുമായിരിക്കും. ഓൾറെഡി ഇതൊക്കെ ഉണ്ട് വേറെ രാജ്യങ്ങളില്. തോന്നുന്നുണ്ടോ? പിന്നല്ല, എങ്ങനെങ്കിലും നീ ജയിച്ചാൽ നിനക്ക് ഞാൻ ഒരു $1 million തരും. ഞാൻ ജയിച്ച $1 million തരൂ. തന്നിരിക്കും. ഓക്കെ, അപ്പൊ തുടങ്ങാം. ഓഫീസിലേക്ക് എടീ, ഓഫീസിലേക്ക് റേസാ. ഫ്ലൈയിങ് കാറാണോ കൂടുതൽ ഫാസ്റ്റ് എന്ന് നോക്കാം. Alright, race ഓ തുടങ്ങട്ടെ. പക്ഷെ ഒരു കാര്യം, ഇത് നമ്മുടെ നാട്ടിൽ ഭയങ്കര ഡേഞ്ചർ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സാധനത്തിന് നല്ല കവർ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മെയിൻ പ്രശ്നം എന്താ അറിയാം, ഇലക്ട്രിക് പോസ്റ്റ് സംഭവിക്കുക. സോ അതിൽ ഈ വണ്ടി കൊണ്ടുപോകണം ആലോചിക്കുക, അതിലൊക്കെ തട്ടി അപ്പൊ തന്നെ ഷോക്ക് അടിച്ച് ആൾ തീരും. സോ അത് നമ്മുടെ നാട് അത്രയും ഡെവലപ്പ് ആവണം. ഈ ഇലക്ട്രിക് പോസ്റ്റ് ഇതൊന്നും ഇല്ലാണ്ട് എല്ലാം അതെങ്ങനെയാണ് അവര് അവിടെ ചെയ്യണം എനിക്ക് മനസ്സിലാവില്ല. ശരിക്കും മനക്കിടില്ലട്ടെ. Okay. എടാ അവിടെ ഉണ്ട് ആക്ച്വലി. എടാ അവിടെ ഇലക്ട്രിക് പോസ്റ്റ് ഇതൊക്കെ ഉണ്ട് കണ്ട. ശിവൻ ഇത് എങ്ങനെയാടാ അത്? അപ്പൊ ഒരു നല്ല ഉയരത്തിൽ പോകേണ്ടി വരും. പിന്നെ ഇവിടെയൊക്കെ അവര് ഫുൾ ആൾക്കാരെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട വീഡിയോയ്ക്ക് വേണ്ടി. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആൾക്കാർ ഇതിനെ ഈ ഫാനൊക്കെ അടിച്ച ആൾക്കാർ ചാവിടെ. അവൻ തൊട്ട് പിന്നാലെയുണ്ട്. അവൻ ശരിക്കും പറക്കാണ്. അവനിപ്പോ കടലിലേക്ക് വെട്ടിച്ചു പോയതാണോ? അവന് റോഡിന്റെ ആവശ്യമില്ലല്ലോ. അത് കള്ളക്കളിയാ. ഇത് ശരിയായി ടെസ്റ്റ് ആവണമെങ്കിൽ നമ്മൾ എല്ലാ ട്രാഫിക് നിയമങ്ങളും പാലിക്കണം. കണ്ടോ, സ്റ്റോപ്പ് ലൈനിൽ വണ്ടി നിർത്തണം. ഇനി നമുക്ക് പോകാം. എന്നാൽ ഒരു ഫ്ലൈയിങ് കാറിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അവന് നേരെ അങ്ങോട്ട് പറന്നു പോകാം. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യർ ഭാവിയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ പറക്കും കാറുകൾക്ക് ഇത്രയും പ്രാധാന്യം ലഭിച്ചത്. അത് ഓ, പുള്ളി എനിക്ക് തന്നെയാ. കാണാം. പുള്ളി ഇപ്പൊ പകുതി ദൂരത്തിൽ എങ്ങനെ? കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ വേഗം പോണം. ജോലി സ്ഥലത്തേക്ക് കാർ ഓടിച്ച് പോകുന്നതിന് പകരം പറന്നു പോവുകയാണെങ്കിൽ യാത്രാ സമയം പകുതിയായി കുറയും. ഓരോ ദിവസവും നിങ്ങൾക്ക് എത്ര സമയം ലാഭിക്കാമെന്ന് 1000 മണിക്കൂർ ലാഭിക്കും. എന്തായാലും വർഷത്തിലായിരിക്കും. കണക്കൊന്നും കൂട്ടിയില്ല. ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള ഈ പറക്കും കാർ നമ്മൾ ഇനി കാണാൻ പോകുന്ന $1 ബില്യൺ റോക്കറ്റിന്റെ മുന്നിൽ ഒന്നുമല്ല. ഓ ഇതൊരു അപ്പൊ അടുത്ത വരാൻ പോണെന്ന് പറയാം. ഓക്കെ, തുടക്കം മാത്രമാണ്. ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയോ? ദേ ഇങ്ങോട്ട് വാ. അയ്യോ അയ്യോ, ഞാൻ ബീച്ചിലാണെന്ന കാര്യം മറന്നുപോയി. ജിമ്മിക്ക് എന്തായാലും ഇതിനെ തോപ്പിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായി. $1 million നീ മറന്നേക്ക് ജിമ്മി. അതെ, എന്തായാലും അവൻ ജയിച്ച $1 മില്യൺ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കൊരു $1 മില്യൺ തരാന്ന് അവനാ പറഞ്ഞത്. ഓക്കെ ഓക്കെ ആരെയും ഭാഗ്യം. തട്ടാതെ നോക്കട്ടെ. അതാ അവിടെയുണ്ട്. ഇവിടെ എത്തിയിട്ട് എത്ര നേരമായി? 10 മിനിറ്റ്. നീ ഇവിടെ എത്തിയിട്ട് 10 മിനിറ്റ് ആയോ? പിന്നല്ലാതെ. എന്റെ ദൈവമേ, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. പക്ഷെ ഒരു ദിവസം ഇതുപോലെ ഓടിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഫ്യൂച്ചറിനെ പറ്റി ഇപ്പോഴും ആവേശം. പക്ഷെ ഒരു കാര്യം അത് അയാളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഐ മീൻ വളരെ റയർ ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ആ സാധനം ഉണ്ടാവുള്ളൂ. അതാണ് പ്രത്യേകത. ഐ മീൻ കണ്ട അവന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ അത്, വേറെ ആൾക്കാരെ കയ്യിലില്ല. സോ നിങ്ങൾ പറഞ്ഞിട്ടായിരുന്നു വീഡിയോന്റെ ഇടയിൽ സംസാരിക്കണ്ടേ, ഞാൻ നിർത്തി അതെങ്ങനെയാന്ന് നിങ്ങൾ പറയണേ, കാരണം എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ലൈക്ക് ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് പറയും. അതാ സാധാരണ ഞാൻ നിർത്തണേ. തോന്നുന്നില്ലെങ്കിൽ ഈ ജെറ്റ് പാക്കിൽ ജോലിക്ക് പോകുന്നതിനെ പറ്റി എന്ത് പറയുന്നു? അതായത് $1 മില്യൺ ഇത് ആക്ച്വലി ഒരു കാര്യമാണ്. ഇത് ആക്ച്വലി നമ്മുടെ നാട്ടിൽ കൊച്ചിയിൽ എന്തോ നടന്നിട്ടുണ്ടായിരുന്നു ഈ പരിപാടി. ഞാൻ കണ്ടിട്ടുണ്ടായി, നമ്മുടെ ഇൻസ്റ്റയിൽ എന്താണ് കണ്ടത്, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. കൊച്ചിയിൽ മറ്റേ ബോൾഗാട്ടി ഐലൻഡിന്റെ അങ്ങനെ എന്തോ അല്ലേ ഐലൻഡ് പറയാം, അവിടെ ഉണ്ടായിരുന്നു ഇത് ആക്ച്വലി നടന്നിട്ടുണ്ടായിരുന്നു ഈ സംഭവം. ഇങ്ങനത്തെ ആൾക്കാർ വന്നിട്ട് കറക്റ്റ് പറഞ്ഞു കളിക്കണ്ടായി. മണിക്കൂറിൽ 128 കിലോമീറ്റർ വേഗത്തിൽ പറക്കുന്ന ഈ ജെറ്റ് പാക്ക് ഒരു കാര്യം ആലോചിച്ചു, മറ്റേ വണ്ടിയേക്കാളും വിലയുള്ളതാണ് ഇത്. 5 കിലോമീറ്റർ മാത്രമാണെങ്കിൽ ജോലിക്ക് പോകാൻ ഏറ്റവും ഫാസ്റ്റായ മാർഗം ഇതാണ്. ജോലി സ്ഥലത്ത് ഹാപ്പി. എല്ലാ സാധനം പറഞ്ഞു വിടാം. സന്തോഷം. ട്രാൻസ്പോർട്ടേഷന്റെ ഭാവി ആകാശത്ത് മാത്രമല്ല താഴെ ഭൂമിയിലും ഉണ്ട്. അതായത് $1 മില്യൺ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കാർ. ഞാനിപ്പോൾ ഇതിൽ കയറി ഓ ഇത് പെഗാനിയാണോ? $1 മില്യൺ വിളിച്ചു നോക്കാൻ പോവുകയാണ്. ഇത് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റായ കാർ മാത്രമല്ല. ഇതയാളോ ഓടിക്കണേ? ഫാസ്റ്റ് ആണല്ലോ. ഇതിന് നല്ല പവർഫുൾ സെക്ഷൻ ഉള്ളത് കൊണ്ട് തല തിരിഞ്ഞും ഓടിക്കാൻ സാധിക്കും. ഇതിനൊരു പെഗാനിയുടെ ലുക്കില്ലേ? പെഗാനി ഞാൻ തോന്നുന്നു. എവിടെ അതായത് പറയണത് ചുമരിന്റെ മുകളിൽ കൂടെ വേണമെങ്കിൽ ഓടിക്കാം. ഓ മൈ ഗോഡ്, ഇത് റോഡിൽ ഇങ്ങനെ സക്ക് ചെയ്തിട്ടിരിക്കും. നമ്മുടെ GTA 5 നമ്മൾ കണ്ടല്ലേ, വണ്ടി ഇങ്ങനെ പോവില്ല, റോഡ് ഇങ്ങനെ അതിലിങ്ങനെ പോവാൻ വണ്ടിക്ക്. അതാണ് സംഭവം. ഇത് ശരിക്കും പേടിയാവുന്നുണ്ട്. പക്ഷെ ഒരു സാധാരണ കാറിൽ ഇരിക്കുന്ന അത്ര പേടിക്കേണ്ടതില്ല.
ഇതാണ് സാധാ കാർ ഉണ്ടാവുക. ഓ, രക്തം മുഴുവൻ തലയിലേക്ക് ഇരച്ച് കയറുന്നത് പോലെ തോന്നുന്നു. ഇതിൽ പവർഫുൾ ആയ 2 വാക്യൂം ഫാനുകളുണ്ട്. നിങ്ങൾക്ക് ഇത് തലകീഴായി വരെ ഓടിക്കാൻ സാധിക്കും. Why? അധികം ദൂരത്തേക്കല്ല, ഈ കാറിന്റെ 10 ഇരട്ടി $10 മില്യൺ ആണ് മെഴ്സിഡീസ് ഈ അധികം ദൂരത്തേക്ക് അത് പോയി കഴിഞ്ഞാൽ ചത്തില്ലേ. അതിന്റെ മെഴ്സിഡീസ് ബെൻസിന്റെ കാറുണ്ട്. കോൺസെപ്റ്റ് കാറിന് വിലയിട്ടിരിക്കുന്നത്. ഓ, ഇതാണ് GTA 5 ഈ കാറിന്റെ ആക്ച്വലി. ഭാവിയിലെ അതായത് ഒരു 200 വർഷം കഴിഞ്ഞിട്ടുള്ള കാർ എങ്ങനെയായിരിക്കും എന്നതിന്റെ രൂപമാണിത്. പൻഡോറ യൂണിവേഴ്സ് ആണ് ഇതിന്റെ ഇൻസ്പിറേഷൻ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജീവി പോലെയാ. അപ്പോ ഞാനിതിൽ തൊട്ടാൽ അതെ, ഇത് നിങ്ങളോടും പ്രതികരിക്കും. വാവ്. അപ്പോ ഞാനിതിൽ തലോടിയാലോ? കണ്ടോ, അവനത് ഇഷ്ടമായി. ഓക്കെ, ഞാൻ ഈ ജീവി ഒന്ന് ഓടിച്ചു നോക്കിക്കോട്ടെ. തീർച്ചയായും നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഇതിൽ പിടിച്ച് മുന്നോട്ട് തള്ളിയാൽ മതി. സംഗതി കൊള്ളാല്ലേ? ഇത് നിർത്തണമെങ്കിൽ പുറകോട്ട് വലിച്ചാൽ മതി. ടയറൊക്കെ നോക്കടേ. ഇതിന്റെ മുകൾ ഭാഗം തിരിയുന്നത് കൊണ്ട് സൈഡിലേക്ക് ഓടിക്കാനും സാധിക്കും. എന്റെ ദൈവമേ, ഈ സീറ്റുകൾ നിങ്ങളുടെ ഹാർട്ട് ബീറ്റും വൈറ്റൽസും തിരിച്ചറിഞ്ഞ് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. ടെമ്പറേച്ചർ ഒക്കെ തനിയെ മാറ്റിക്കോളും. അതായത് കണ്ടോ, അതായത് എനിക്ക് വേണമെങ്കിൽ ഇത് ഓടിക്കാം. അതെ, നിനക്ക് ഓടിക്കാം. പക്ഷേ ഈ കാറിന് $10 മില്യൺ വിലയുണ്ട്. ആണോ? ഞാനിപ്പോ ഡ്രൈവ് ചെയ്യുന്നത് എന്റെ ഇടത് കൈ കൊണ്ടാണോ? ഓക്കെ. പക്ഷെ $10 മില്യൺ ഇത് ഒരെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് വാങ്ങാനും ഓടിക്കാനൊന്നും ആർക്കും പറ്റൊന്നുമില്ല. ഇപ്പൊ ഒരെണ്ണം ഉണ്ടാവില്ല, ഫ്യൂച്ചറിൽ ഉണ്ടാക്കുമായിരിക്കും മേ ബി. ഇതിന് ടയർ കണ്ട ട്രിപ്പി ആണല്ലോ. ട്രിപ്പി എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആ ഡ്രോൺ കാണുന്നുണ്ട്. അതിന്റെ പേര് വിങ് എന്നാണ്. അത് ശരിക്കും ഡെലിവറിയുടെ ഫ്യൂച്ചർ ആണ്. ദാ നോക്കിയോ, അടിപൊളിയായിട്ടുണ്ട്. എന്നിട്ട് അത് നല്ല സൗകര്യമാണ്. മിനിറ്റുകൾ കൊണ്ട് നിങ്ങളുടെ പാക്കേജുകൾ എത്തിക്കാൻ ഇവർക്ക് സാധിക്കും. ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത ഇന്ത്യയിലുണ്ടെങ്കില് സാധനം വരും, ആകാശത്തേക്ക് ആൾക്കാർ കല്ലെടുത്തെറിയും. ദേ കിടക്കണ വിങ്ങും മറ്റേതും ദേ കിടക്കണായിട്ട് റോട്ടില്. സത്യല്ലേടാ, ഇന്ത്യയിൽ ഈ സാധനം വന്നാലോചിക്ക്. പട്ടയും വടിയൊക്കെ എറിഞ്ഞ് സാധനം അടിച്ച് സാധനം വീട്ടിൽ കൊണ്ടുപോയി മറച്ചു വിട്ടിട്ടുണ്ടാവും. ആവശ്യമായ ഫ്രൂട്ട് ഇൻഗ്രീഡിയൻസ് വിങ് ആപ്പിൽ. പക്ഷെ അതാണ് ഞാൻ വിചാരിക്കണത്, അതായത് സാധാരണ വീടുകളിൽ ഇത് കൊണ്ടുവരണണ്ട. ഇവർ ഡെലിവറി ചെയ്യുന്നത്. എന്നാൽ ഇത് ആക്ച്വലി വർക്കാവും. പക്ഷെ ഞാൻ പറഞ്ഞ ഇത് പുറത്തെ രാജ്യത്ത് ആക്ച്വലി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാടാ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയായിരിക്കും ഇത് വർക്ക് ചെയ്യുക. ഇത് ഭയങ്കര ദൂരെയാണ്. ഓക്കെ, ചില ആൾക്കാർ നശിപ്പിക്കാൻ നോക്കണം അവിടെ. അങ്ങനെ പ്രശ്നമുണ്ട്. ഇവിടെ സാധനം ഇറങ്ങുമ്പോഴേ ആൾക്കാർ എന്തെങ്കിലും എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എനിക്കറിയില്ല, ആമസോണിന്റെ തന്നെ വന്നപ്പോ അറിയാലോ, ആമസോണിന്റെ ഇതൊക്കെ വന്നപ്പോ തന്നെ അറിയാലോ. സോ എനിക്കറിയില്ല, നോക്കിയോക്കാം. ഏത് ഡെലിവറി സർവീസിനേക്കാളും വേഗത്തിൽ ഇത് ആക്ച്വലി ഏതോ യൂട്യൂബർ ഇത് ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ മണിക്കൂറുകൾ എടുക്കാവുന്ന ഒരു കാര്യം വെറും മിനിറ്റുകൾക്കുള്ളിൽ ഡെലിവറി ചെയ്തിരിക്കുന്നു. ഇതാണ് സാധനം. സ്മോർട്സ് ഉണ്ടാക്കാൻ വേണ്ടതെല്ലാം മിനിറ്റുകൾ കൊണ്ട് ഡെലിവറി ചെയ്തിരിക്കുന്നു. ചെയ്യാറുള്ളത് ഇതെന്ത് തേങ്ങ പറക്കുന്ന പാക്കേജ്. ഇതൊരു ഭാവി വാഗ്ദാനം മാത്രമല്ല, വിങ് ഇതിനോടകം 7.5 ലക്ഷത്തിലധികം പാക്കേജുകൾ വീടുകളിൽ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. ഇത് ആക്ച്വലി വർക്കിംഗ് പുറത്തിരായത്, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാന്നുള്ളൂ. വിവരങ്ങൾക്കായി wing.com/MrBeast സന്ദർശിക്കുക. തൽക്കാലം നമുക്ക് ഞങ്ങളുടെ $200 മില്യൺ വില വരുന്ന ടെക്നോളജിയിലേക്ക് കടക്കാം. 200 മില്യൺ. ഒരു കോഴിയെ പോലും കൊല്ലാതെ തന്നെ ലക്ഷക്കണക്കിന് ചിക്കൻ മീറ്റ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇറച്ചിയുടെ ആവശ്യത്തിനായി മാത്രം ലോകത്തിൽ ഓരോ ദിവസവും 220 മില്യൺ കോഴികൾ കൊല്ലപ്പെടുന്നു എന്നുള്ളത് മാത്രം പരിഗണിക്കുമ്പോൾ ഇത് വലിയൊരു നേട്ടമാണ്. ഈ ടെക്നോളജി വികസിപ്പിച്ചെടുക്കുന്നതിനായി അപ്സൈഡ് ഫുഡ് $200 മില്യൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനായി ചെലവാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇത് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. പ്ലീസ് കാണിക്കൂ, എനിക്ക് ഒരു ഐഡിയ. 2018 ഞങ്ങൾ ഒരു കോഴിമുട്ട പൊട്ടിച്ച് അതിൽ നിന്ന് കുറച്ച് സെല്ലുകൾ എടുത്തു. ആ സെല്ലുകൾ -80 ഡിഗ്രി വരെ തണുപ്പുള്ള ഈ മെഷീനിൽ വെച്ച് ഫ്രീസ് ചെയ്തു. വാവ്, ആ സെല്ലുകൾ വെച്ചാണോ നിങ്ങൾ ഇത്രയും വലിയ അളവിൽ ചിക്കൻ മീറ്റ് ഉണ്ടാക്കിയത്? രണ്ടാമത്തെ സ്റ്റെപ്പ്, ആ സെല്ലുകൾ എടുത്ത് പതുക്കെ സാധാരണ നിലയിലാക്കും. എന്റെ ദൈവമേ, ഒരു കോഴിയുടെ ശരീരത്തിലെ അവസ്ഥ സൃഷ്ടിക്കുകയും സെല്ലുകൾ സ്വയം ഇരുട്ടുകയും ആവശ്യമുള്ളത്ര സെല്ലുകൾ കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നീങ്ങും. ഇതിൽ പ്രോട്ടീനും ഫാറ്റും ഷുഗറും ഉണ്ട്. ഞാൻ ശരിക്കും ആ ചിക്കൻ സെല്ലുകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. എന്നാൽ മാത്രമേ അവർക്ക് ചിക്കൻ മീറ്റായി വളരാൻ കഴിയൂ. ചിക്കൻ ഫീഡ് കണ്ടെയ്നറിൽ നിറച്ചു കഴിഞ്ഞാൽ ഫാക്ടറിയിൽ ഉടനീളം സഞ്ചരിച്ചൊടുവിൽ ഇവിടെ എത്തിച്ചേരുന്നു. നമുക്ക് ഇതിലൂടെ നോക്കാം. ഇതിലൂടെ ചിക്കൻ സെല്ലുകൾ ഇങ്ങനെ നീന്തി തുടിക്കുന്നത് കാണാം. ആക്ച്വലി എന്താ ചെയ്യണമെന്നറിയോ, ശരിക്കൊരു ജീവി ഇത് ചിക്കൻ ആയിക്കോട്ടെ വേറെന്തിനേലും പറ്റും അറിയില്ല. മുട്ടയ്ക്ക് ഭയങ്കര ഈസി ആണല്ലോ. മുട്ടയുടെ ഉള്ളിൽ ഓൾറെഡി കോഴിയുടെ മറ്റേ സംഭവം ഉണ്ട്. അതുകൊണ്ട് അവര് ഒരു മുട്ടേനെ യൂസ് ചെയ്തിട്ട് കുറെ കോഴികൾ ഉണ്ടാക്കും. ആ സെല്ല് മാത്രം യൂസ് ചെയ്തിട്ട് കുറെ കോഴി ഉണ്ടാക്കിയിട്ട് അതിന് മീറ്റ് ആക്കും. സോ കോഴീനെ കൊല്ലണേ ഇല്ല അവര്, മനസ്സിലായി. പക്ഷെ കുറെ മീറ്റ് ഉണ്ട്. ഇതെന്തായാലും ഫ്യൂച്ചറിൽ വരാൻ നല്ല സാധ്യതയുണ്ട്. ഐ മീൻ നമ്മുടെ നാട്ടിലെ കോഴി അത് ഇതിനൊക്കെ കൊല്ലണൊക്കെ നിർത്തിയിട്ട് ഫ്യൂച്ചർ
ഫ്യൂച്ചറിൽ ഇതെന്തായാലും 100% എനിക്ക് ഭയങ്കര ഇത് ഈ സാധനം വൻ സീനാ. കാരണം നമ്മുടെ നാട്ടിൽ ഫുഡിന് വൻ സീൻ വരാൻ പോവാ. ഇത് മാത്രല്ല, ഇതുപോലെ മേ ബി ഇനി പ്ലാന്റിന്റെ ഇതിന്റെ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായി? സോ ഫുഡിന് എന്ത് സീൻ വന്നാലും അൺലിമിറ്റഡ് മീറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു കടയിൽ പോണു, കടയിൽ പോയിട്ട് പറയാ എനിക്ക് ഇത്ര പ്രോട്ടീൻ ഉള്ള ഇങ്ങനത്തെ മീറ്റ് വേണം. സോ അവര് കറക്റ്റ് ആയിട്ട് അത് റെഡിയാക്കിയിട്ട് നമുക്ക് തരുന്നു. അങ്ങനെ പറ്റും സീരിയസ്ലി അല്ലേ? അതായത് ഇത്ര പ്രോട്ടീൻ ഇത്ര സാധനം എന്നൊക്കെ പറഞ്ഞ് സീനായിരിക്കും. ഇതിൽ ഒരുപാട് ചിക്കൻ ഉണ്ടല്ലോ. ഓരോ 2 സെക്കൻഡിലും ഇതൊരു കോഴിയുടെ അത്ര ഇറച്ചി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? അതെ, എല്ലാ സെക്കൻഡുകളിലും. കോഴികളുടെ ജീവൻ എല്ലാ രക്ഷിക്കുന്നു സെക്കൻഡിലും ഫുഡിന്റെ ഏക നേട്ടം. ഇവിടെ കോഴികൾക്ക് അസുഖങ്ങൾ വരില്ല. അതുപോലെ തന്നെ ഫാമുകളിൽ രോഗം പടരുമെന്നുള്ള പേടിയും രോഗമുള്ള കോഴിയെ കഴിക്കേണ്ടി വരുമെന്നുള്ള പേടിയും വേണ്ട. ശരിക്കും വിശ്വസിക്കാൻ എന്നാ പറ്റുന്നില്ല. വരൂ, നമുക്ക് പോയി കഴിച്ചു നോക്കാം. എനിക്ക് എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കണം. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കണം. നമ്മൾ വളർത്തിയെടുത്ത ചിക്കൻ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. അകത്തേക്ക് വരെ എനിക്ക് അറിയാവുന്ന ഏറ്റവും മികച്ച ഷെഫ് നിക് ഡി ജിയോവാനെ നമുക്ക് വേണ്ടി 2 ചിക്കൻ സാൻഡ്വിച്ചുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ഒന്നിനു വേണ്ടി ഇന്നൊരു കോഴിയെ കൊന്നിട്ടുണ്ട്, മറ്റൊന്ന് ഒരു കോഴിയും കൊല്ലാതെ ലാബിൽ നിർമ്മിച്ചെടുത്തതാണ്. ഞങ്ങൾക്ക് ഇതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യത? ഞാനിത് ശരിക്കും കുക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇതൊരു നല്ല ടെസ്റ്റ് ആയിരിക്കും. അദ്ദേഹം ഞങ്ങൾക്ക് ഓരോ സാൻഡ്വിച്ച് വീതം തരുന്നുണ്ട്. ഞങ്ങൾ 2 പേരും ഇത് ടേസ്റ്റ് ചെയ്യുകയാണ്. ഇതിൽ ശരിക്കും ഏതാണെന്ന് എനിക്ക് തരികയോ അറിയത്തില്ല. Cheers. കഴിക്കാൻ പോവാ. അതെ, ഇത് ചിക്കനാ. ചിക്കൻ. ഇനി ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ഇതാണ്. ഏതാണെന്ന് എനിക്ക് തരികയോ അറിയില്ല. അറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് രണ്ടും ഒരേപോലെ ഉണ്ട്. എനിക്ക് പേടിയാവുന്നു. ചിക്കൻ തന്നെ. എന്തായാലും രണ്ടിനും നല്ല ടേസ്റ്റ് ഉണ്ട്. ലാബിൽ ഉണ്ടാക്കിയ ചിക്കൻ ഇതല്ലേ? തെറ്റിപ്പോയി. അത് വെറുതെ. ശരിക്കും ലാബിൽ വളർത്തിയത് അതാണ്. സത്യത്തിൽ ഒരു വ്യത്യാസം അതെങ്ങനെയാ? അധികം വൈകാതെ ഈ ടെക്നോളജിക്ക് കോടിക്കണക്കിന് കോഴികളുടെയും മറ്റു മൃഗങ്ങളുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. നമ്മളെ ക്ലോസിലേക്ക് എത്തിക്കുന്നു. ഡയർ വുൾഫിനെ പക്ഷെ കോഴിനെ മാത്രമായിരിക്കില്ല, ബാക്കി ജീവികളുടെയും സെല്ല് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ആക്ച്വലി നിങ്ങൾ അറിയില്ലേ, നമ്മുടെ ഡൈനോസർ പോലത്തെ ഏതൊരു ജീവിയുടെ സെല്ല് എടുത്ത് വികസിപ്പിച്ചെടുത്തു എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അതാണോ ഇത്? ആക്ച്വലി ഇത് 400 മില്യന്റെ ടെസ്റ്റ് ഇതാണ്. സോ മറ്റത് നല്ല അടിപൊളി സാധനമാണ് അത്. ഓ മേ, അൾട്ടിമേറ്റ് സാധനം. ജീവിപ്പിക്കുകയും നിലവിൽ വൂളി മാമത്തിനെയും ഡോഡോ പക്ഷിയെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ട് ഡയർ വുൾഫിനെ ഇതാണത്, പുനർജീവിപ്പിക്കുകയും ഇതാണത് വൂളി മാമത്തിനെയും ഡോഡോ പക്ഷിയെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന $400 മില്യൺ ഫ്യൂച്ചർ ടെക്നോളജിയാണിത്. ഇതേയാണ് ഫൗണ്ടർ. നമ്മൾ കാണാൻ പോകുന്ന ജീവികളെ വംശനാശത്തിൽ നിന്നും തിരികെ കൊണ്ടുവരുന്നതിന്റെ ഉത്തരവാദിത്തം നിങ്ങളൊരു സയന്റിസ്റ്റായി ഈ പ്രോസസിന്റെ ഭാഗമാകുന്നു. വംശനാശം സംഭവിച്ച ജീവികളെ തിരികെ കൊണ്ടുവരാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കും. എനിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, എന്നാലും നോക്കാം. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി അടക്കി വാണിരുന്നത് വൂളി മാമത്തുകളായിരുന്നു. ഐസേജിന്റെ അവസാനത്തോടെ DNA ഫോസിലുകൾ കൊമ്പുകളിൽ അവശേഷിച്ചുകൊണ്ട് അവയെല്ലാം അപ്രത്യക്ഷമായി. ഇതൊരു 43,000 വർഷം പഴക്കമുണ്ട്. അലാസ്കയിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും കൂളായ കാര്യങ്ങളൊന്നും ഇതായിരിക്കും. ശരിക്കുമാണ്. ഇത് ആക്ച്വലി മാമത്തിന്റെ കൊമ്പാന്നാ പറയണേ. അതൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? ആക്ച്വലി അടിപൊളി സംഭവം. സോ അവർക്ക് ഈ കൊമ്പെന്ന് സെല്ലെടുത്തിട്ട് ഈ മാമത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നാണ് ഇവര് പറയണേ. ബ്രോ അത് വേറെ ലെവലായിരിക്കും. അത് എന്ത് ടെക്നോളജിയാടാ. അതാണ് 400 മില്യന്റെ എന്തോ ടെക്നോളജിയാണിത്. അവര് അത് യൂസ് ചെയ്ത് ഫ്യൂച്ചറിൽ കൊണ്ടുവരുന്നാണ് പറയണത്. എങ്ങനെയാ ഇതൊക്കെ? ഭയങ്കര അത്ഭുതമായിരിക്കും. ഏറ്റവും കൂളായ കാര്യങ്ങളൊന്നും ഇതായിരിക്കും. ശരിക്കുമാണ്. മാമത്തിനെ തിരികെ എത്തിക്കാനുള്ള വഴി ഒരുക്കുന്നത് ഇതാണ്. ഒരു വൂളി മാമത്തിനെ ഉണ്ടാക്കിയെടുക്കാൻ എത്ര വർഷങ്ങൾ എടുക്കും? അടുത്ത 10 വർഷത്തിൽ മാമത്തുകൾ ഉണ്ടാകും. എന്റെ ദൈവമേ, യഥാർത്ഥ മാമത്തിന് 10 വർഷത്തിലെടുത്ത് മാമത്ത് വരുന്നാണ് ആള് പറയണേ, ഫുൾ കോൺഫിഡന്റില്. ഓ മൈ ഗോഡ്, എങ്ങനെയാടാ അതൊക്കെ? DNA സാമ്പിളുകൾ കളക്ട് ചെയ്തുകൊണ്ട് ഞാനും നേരിട്ട് സഹായിക്കുകയാണ്. അങ്ങനെ തന്നെ ഭംഗിയായി ചെയ്തു. ഇത് 43,000 വർഷം പഴക്കമുള്ള ഒരു കൊമ്പിന്റെ കഷ്ണമാണ്. വംശനാശം സംഭവിച്ച ഒരു ജീവിയെ തിരികെ എത്തിക്കുന്നതിനുള്ള ആദ്യ പടി മാത്രമാണ്. അടുത്തതായി DNA ക്ലോൺ ചെയ്യണം. ലേസർ ഉപയോഗിച്ച് ഒരു സെല്ലിലേക്ക് തുളച്ചു കയറിയ സെല്ലിനെ മാറ്റാനും ക്ലോൺ ചെയ്യാനും നിങ്ങൾ സഹായിക്കും. നിനക്ക് ഞാനതാ കൂടെ ട്രൈ ചെയ്യട്ടെ. ഓക്കെ, 1 2 എന്തൊക്കെയാണ്? 3 4. എന്റെ ദൈവമേ, അതിക്രമിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എന്തായാലും 1 2 3 4 അല്ല. ആദ്യം ആ ഓറഞ്ച് പെടൽ ഒന്ന് അമർത്തു. ഓക്കെ, ഇനി നിങ്ങളുടെ വലത് കൈ ഉപയോഗിച്ച ചെറിയ പിപ്പറ്റ് നീക്കി ലേസർ ഉപയോഗിച്ചുണ്ടാക്കിയ ദ്വാരത്തിലൂടെ അത് ഉള്ളിലേക്ക് കടത്തണം. അവിടെ എത്തിക്കഴിഞ്ഞു. അതെ, ഓക്കെ, സർജിക്കൽ പ്രിസിഷൻ. കൃത്യമാണ്. എന്നിട്ട്? അങ്ങനെ Yes, തന്നെ. yes, yes, yes. നിങ്ങൾ വിജയകരമായി DNA വേർതിരിച്ചിരിക്കുന്നു. അവനത് ചെയ്യാൻ പറ്റുമോ? അതെ, തീർച്ചയായും ചെയ്യാം. അത് ക്ലോണിംഗ് പ്രോസസ് ആയിരുന്നു. ഞാനൊരു ക്ലോണർ. അപ്പോ ഇനി എനിക്ക് മനസ്സിലായി, പേടിക്കണ്ട. എന്നിട്ട് ഇതിങ്ങനെ ഇതിലേക്ക് കയറ്റിയാൽ മതി. Yep. ഓ, കൊള്ളാലോ. അയ്യോ, ഇത് നടക്കേണ്ട കാര്യത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ്. മൃഗങ്ങളെ ക്ലോൺ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് വേണം. പക്ഷെ ഒരു വൂളി മാമത്തിനെ തിരികെ കൊണ്ടുവരുന്നതിന് മുൻപ് അവർ അതിന്റെ DNA ഒരു എലിയുടെ DNA-യുമായി കലർത്തിയ ഒരു വൂളി മൗസിനെ ഉണ്ടാക്കി. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വൂളി മാമത്തിനെ വംശനാശത്തിൽ നിന്നും കൊണ്ടുവരാൻ ഇതേ ടെക്നോളജി തന്നെ ഉപയോഗിക്കാം. ഓക്കെ,
അതായത് ആനയെ കൊണ്ടുവരണേക്കാൾ മുന്നേ അവര് ഓൾറെഡി ഇത് ടെസ്റ്റ് ചെയ്തു. ഇങ്ങനെ എന്റെ എനിക്കിത് കേട്ടിട്ട് സീനാവണം എന്റെ ഒരു മണ്ടൻ ചോദ്യമുണ്ട്, ഞാനൊന്ന് തൊട്ടോട്ടെ? തൊടാം, പക്ഷേ ഞങ്ങളുടെ ആനിമൽ ഓപ്പറേഷൻസ് ടീമിന് പുറത്തു നിന്ന് യൂളി മൗസിനെ സ്പർശിക്കുന്ന ആദ്യത്തെ വ്യക്തി നിങ്ങളായിരിക്കും. ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാതിരുന്ന ഒരു ജീവിയാണ് ഞാനിപ്പോൾ കയ്യിലെടുക്കാൻ കണ്ട. പോകുന്നത്. അതായത് അതിൽ സാധാരണ എലിയല്ല, ആനയുടെ സ്കിന്നും സെൽസ് ഒക്കെ ഉള്ള എലിയാന്ന്. ഇതാണ് ഡെയിലി. ഡെയിലി വളരെ സോഫ്റ്റ് ആണ്. എന്റെ കയ്യിൽ ഇപ്പൊ വൂളി മാമത്തിന്റെ DNA ഉണ്ട്. ആർക്കെങ്കിലും അയ്യോ വേണോ? പ്ലീസ്, ആരെങ്കിലും പുള്ളിയുടെ കയ്യിൽ നിന്ന് കഴിയും. വംശനാശം സംഭവിച്ച ജീവികളെ തിരികെ കൊണ്ടുവരാൻ മാത്രമല്ല അവയെ വംശനാശത്തിൽ നിന്നും രക്ഷിക്കാനും കൂടി ക്ലോസിൽ $400 മില്യൺ ഈ ബയോവേൾഡിൽ മാത്രം 1000-ലധികം സ്പീഷീസുകൾ ഇപ്പോ തന്നെയുണ്ട്. ഒരിക്കൽ വംശനാശ ഭീഷണി നേരിടാൻ സാധ്യതയുള്ള 1000-ലധികം സ്പീഷീസുകൾ ഇവിടെ ഉണ്ട്. അവയെ തിരികെ കൊണ്ടുവരേണ്ട സാഹചര്യം വന്നാൽ ഉപയോഗിക്കാനായി നിങ്ങൾ അവയുടെ DNA സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് അവരെല്ലായിടത്തും സാധിക്കുന്ന സാമ്പിളുകൾ ലേബിൾ ചെയ്യാൻ ബെൻ എനിക്ക് അവസരം തന്നു. ഓ, അതായത് അവരിപ്പുള്ള ജീവികളെ എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യും. ലക്ഷക്കണക്കിന് സ്പീഷീസുകളെയാ ഞാൻ ഇതിലേക്ക് കയറ്റാൻ പോകുന്നത്. എടാ, ഈ ടെക്നോളജി ഇത് വല്ലാത്തൊരു ടെക്നോളജി ആട്ടാ. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാ പണ്ട് നേരം നമുക്ക് ഈ ടെക്നോളജികളെ കുറിച്ച് ചിന്തിക്കണ കാലത്തിന് മുന്നുള്ള കാലത്തെയാണ് ഈ ആനയും കിണ്ടിയൊക്കെ. അതിനെയാണ് ഇപ്പൊ ഇങ്ങനെ ആക്കണേ. അതാണ് എനിക്ക് ഓ മൈ ഗോഡ്. ഇതെല്ലാം അവിടെ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം ഇരുന്നേക്കാം. അതെ, പക്ഷേ ഈ സ്പീഷീസുകളിൽ ഏതെങ്കിലും വംശനാശം നേരിട്ടാൽ അവയുടെ ബ്ലഡും ടിഷ്യൂം പുറത്തെടുത്ത് ഇക്കാര്യം അധികാരം അറിയാതെ പോയത് ഇത് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ തിരിച്ചു പോകുന്ന സർപ്രൈസ് കരുതിയിരുന്നു. എനിക്കൊരു ഉപകാരം ചെയ്യാമോ? പിന്നെന്താ? ചെറിയ കതിങ്ങത്താ, ഇതൊരു മീറ്റ് കേക്ക് ആണ്. വംശനാശം സംഭവിച്ചിട്ടും നിങ്ങൾ തിരികെ കൊണ്ടുവന്ന ഡയർ വുൾഫ് ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ഡയർ വുൾഫുകൾ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഓക്കെ, അതുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ വുൾഫിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതാണിത്. പക്ഷെ ഞാൻ ഈ കേക്ക് തന്നാൽ ആ ഡയർ വുൾഫുകൾക്ക് കൊടുക്കുന്നതൊന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ? എന്തായാലും എടുക്കാം. ഓക്കെ, വാക്ക് പാലിച്ചു. വംശനാശത്തിൽ നിന്നും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന് ലോകത്തിലെ ആകെയുള്ള 2 ഡയർ വുൾഫുകൾ അവർക്കായി തയ്യാറാക്കിയ മീറ്റ് കേക്ക് ആസ്വദിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എല്ലാ മൃഗങ്ങളെ രക്ഷിക്കുന്നതും എല്ലാ മനുഷ്യനെ രക്ഷിക്കുന്നതും തമ്മിൽ ഉള്ള ഒരേ ഒരു വ്യത്യാസം $100 മില്യൺ ആണ്. ഇത് നമ്മളെ $1.5 ബില്യൺ ബയോസ്ഫിയറിലേക്ക് എന്റെ അമ്മ എന്ത് ലെവലല്ലേ. അതാ ജീവിയ ശരിക്കുള്ള എത്തിക്കുന്നു. മറ്റു ഗ്രഹങ്ങളിലെ മനുഷ്യ ജീവിതം എങ്ങനെയായിരിക്കുമെന്നതിന്റെ ബ്ലൂ പ്രിന്റ് ആണിത്. ബോയ്സ്, നമുക്കൊരു ദിവസം മാർഷ്യൻസ് ആകാം. ചൊവ്വയിലെ നമ്മുടെ ഭാവി വീട് ഇത്തരത്തിലുള്ള ബയോസ്ഫിയർ ആയിരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിജീവിക്കാൻ ആവശ്യമായ വെള്ളവും ഓക്സിജനും ഭക്ഷണവും സ്വന്തമായി കണ്ടെത്തും. ഓ, അതായത് നമ്മൾ ഫ്യൂച്ചറിൽ വേറെ ഏതെങ്കിലും പ്ലാനറ്റിൽ പോകുമ്പോ അവിടെ ജീവിക്കേണ്ടി വന്ന ഇതുപോലത്തെ ഇങ്ങനത്തെ ഒരു സാധനത്തിന്റെ ഉള്ളിൽ ജീവിക്കാൻ പറ്റുമെന്നാണ് ആള് പറയണത്. സാധിക്കണം. കമോൺ ബോയ്സ്, വാതിൽ നന്നായിട്ട് അടയ്ക്കണേ. നമ്മളിപ്പോൾ ബയോസ്ഫിയറിനുള്ളിലാണ് എന്ന് വെച്ചാൽ ഇനി ഈ സൂട്ടിന്റെ ആവശ്യമേ ഇല്ല. വേദനിപ്പിക്കാതെ ഊരണേ. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഒരു ആസ്ട്രോനോട്ട് ആകുന്നത് വിചാരിച്ചത്ര എളുപ്പമുള്ള കാര്യമില്ല. മാർഷ്യൻസായി നമ്മുടെ ആദ്യത്തെ ദിവസം തുടങ്ങാനുള്ള സമയമായി. നമ്മളിപ്പോൾ ശരിക്കും ചൊവ്വയിൽ അല്ലെങ്കിലും ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ പറ്റാത്ത അവസ്ഥ വന്നാൽ ഹ്യൂമാനിറ്റിയെ രക്ഷിക്കാൻ ഈ ബയോസ്ഫിയറിന് കഴിയും. മനുഷ്യജീവൻ നിലനിർത്താനായി ആവശ്യമായ എല്ലാം ഈ ബയോസ്ഫിയറിൽ. ഗേൾഫ്രണ്ട് ഉണ്ടോ? ഇതൊരു ബയോസ്ഫിയർ ആണ്, ദൈവമല്ല. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയില്ല. ഇവിടെ മൈൻക്രാഫ്റ്റിലെ പോലെ 5 വ്യത്യസ്ത ബയോമുകളുണ്ട്. നിങ്ങളെ കുറച്ച് തണുത്ത റെയിൻ ഫോറസ്റ്റിലേക്ക് കൊണ്ടുപോകാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇതിന്റെ ഉള്ളിലെ ചില ചെടികൾ 30 വർഷത്തിലേറെയായി ഇവിടെ തന്നെയാണ് വളരുന്നത്. അല്ല, അങ്ങനെയല്ല. ഇനി നമ്മൾ ഇതിലൂടെ നേരെ നടന്നാൽ ഈ റെയിൻ ഫോറസ്റ്റിന് മഴ പെയ്യിക്കാനും സാധിക്കും. ഇവിടെ ശരിക്കും മഴ പെയ്യുന്നുണ്ട്. ബയോസ്ഫിയറിന്റെ ഇടതുഭാഗത്ത് മാത്രം മഴ പെയ്യിപ്പിക്കാനായി ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നനയാത്തതും നിങ്ങൾ നനയുന്നതും. തണുപ്പ് തോന്നുന്നുണ്ടോ? ശരി, മഴയില്ലാത്ത ഭാഗത്തേക്ക് വാ. ഇവിടെ ശരിക്കും മഴ പെയ്യുന്നില്ല. ക്രിസ്മസിന് കിട്ടുന്ന സ്നോ ഗ്ലോബുകൾ കണ്ടിട്ടില്ലേ? ബയോസ്ഫിയർ ശരിക്കും അതാണ്. സോളാർ സിസ്റ്റത്തിലെ ഏത് ഗ്രഹത്തിലും സ്ഥാപിക്കാൻ കഴിയുന്ന നമ്മുടെ സ്വന്തം യഥാർത്ഥ ഭൂമിയിൽ ഇതുപോലെ ഇവിടെ റെയിൻ ഫോറസ്റ്റ് മാത്രമല്ല. ഇനി നമുക്ക് സവാനയിലേക്ക് പോകാം. ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ സവാനയിലേതാണ്. അതുകൊണ്ട് 5 ബയോമുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും ഇതാണ്. നിങ്ങൾക്ക് കാണാമല്ലോ, ഇതൊക്കെ ഗോസ്റ്റ് പേപ്പർ ആണ്. നോളൻ, ഒന്ന് ട്രൈ ചെയ്യുന്നത്. എന്റെ അമ്മോ, അയ്യോ വേണ്ട, എനിക്ക് വെള്ളം വേണം, എനിക്ക് വെള്ളം വേണം. ഇത് ഗോസ്റ്റ് പേപ്പർ തന്നെയാണ്. നോളൻ, ചൊവ്വയിൽ അധികം വെള്ളമില്ല, അധികം കളയരുത്. പാല് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. നിനക്ക് നമ്മുടെ പുതിയ നോളന്റെ വായുടെ ഇപ്പോഴത്തെ അവസ്ഥ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഡെസേർട്ട് ബയോമിലാണ്. കാര്യമാക്കണ്ട. കാറ്റ് അറിയുന്നുണ്ടോ? അല്ല, നമ്മൾ മരങ്ങൾ സ്ട്രോങ് ആവാനും നിവർന്നു നിൽക്കാനും ഇങ്ങനെയുള്ള കാറ്റ് അത്യാവശ്യമാണ്. ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ സാധനം ആർട്ടിഫിഷ്യലാ, എല്ലാം ആർട്ടിഫിഷ്യലാ. ഓൾറെഡി ഇതൊക്കെ കണ്ടുപിടിച്ചു. നമ്മളൊന്നും അറിഞ്ഞിട്ട് പോലില്ല. ഓൾറെഡി മാഴ്സിൽ പോയി. പക്ഷെ അവിടെ പോയി ജീവിക്കാൻ ആദ്യം ഇവിടത്തെ സെറ്റാക്കണ്ടേ. സത്യം പറഞ്ഞാൽ അതാണ് കോമഡി. അവിടെ പോയി ജീവിക്കാനുള്ള സെറ്റപ്പ് ഓൾറെഡി കണ്ടുപിടിച്ചു. വഴി ലഭിച്ച ഒരുപാട് അറിവുകളിൽ ഒന്ന് മാത്രമാണിത്. റിസർച്ചുകളിൽ ഇത് വലിയ രീതിയിൽ സഹായകരമായിട്ടുണ്ട്. ഓക്കെ ജെന്റിൽമാൻ, ഇവിടെ കാണുന്നത് ഒരു ചതുപ്പ് നിലമാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ചെടി ഇതിന്റെ പൊട്ടേറ്റോ ചിപ്സിന്റെ അതേ ടേസ്റ്റ് ആണ്. അത്ഭുതം തോന്നുന്നുണ്ട്. അത് ക്രഞ്ചി അല്ലേ?
സോൾട്ടി അതെ, ചൊവ്വയിലൊക്കെ ഭക്ഷണം തിളപ്പിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഭക്ഷണത്തിന് ശരിക്കും ഒരു ഉപ്പ് രസം കിട്ടും. കൊള്ളാമല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ അവസാനത്തെ ബയോയിലേക്ക് എത്തിയിരിക്കുന്നു. ഓഷ്യൻ. ഇത് നോക്ക്. ഒരുപാട് വെള്ളമുണ്ട്. ഇതൊരു ബീച്ച്. ബയോസ്ഫിയറിനുള്ളിൽ ശരിക്കും ഒരു ബീച്ച്. ജീവിതകാലം മുഴുവനും നമുക്ക് ഇവിടെ കഴിയാൻ വേണ്ടതെല്ലാം ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു മോശം ഡിന്നർ കഴിച്ചാലോ? ഗോസ്റ്റ് പേപ്പർ ഇല്ലാതെ എക്സ്ട്രാ ഗോസ്റ്റ് പെപ്പർ ചേർത്ത് നമുക്ക് തുടങ്ങാം. ഇതൊരു വെർട്ടിക്കൽ ഗാർഡൻ ആണ്. സാധാരണ 2 ഏക്കർ കൃഷിഭൂമിയിൽ ലഭിക്കുന്ന അത്രയും വിളവ് ഇതിൽ നിന്നും മാത്രം ലഭിക്കും. ഒരു 20 വർഷം മുമ്പ് അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ടെക്നോളജിയിലെ കുറച്ചെങ്കിലും നമ്മുടെ നാട്ടിലേക്കൊക്കെ കൊണ്ടുവന്ന് എന്തൊരു ലാഭാന്ന്. അതായത് ഇത്ര ഏരിയയില് ചെടി നട്ടുണ്ടാക്കണേ ഇതിന്ന് കിട്ടുന്നു. വെർട്ടിക്കൽ ഗാർഡനെ ബിസിനസ്സായി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അത് നടക്കാത്ത കാര്യമായിരുന്നു. എന്നാൽ ഷോപ്പിഫൈ ഉള്ളത് കൊണ്ട് ബിസിനസ് തുടങ്ങുക എന്നത് മുമ്പത്തെക്കാളും എളുപ്പമായിരിക്കുന്നു. ഈ വീഡിയോയുടെ ടെക്നോളജി ലോകത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് പോലെ ബിസിനസ് തുടങ്ങുന്ന രീതിയെ ഷോപ്പിഫൈ മാറ്റിമറിച്ചു. ബിസിനസ് തുടങ്ങുന്നത് എളുപ്പമാക്കി. ഓരോ 26 സെക്കൻഡിലും ഷോപ്പിഫൈയിൽ ഒരു വിൽപ്പന നടക്കുന്നുണ്ട്. കോൾ നിനക്ക് അറിയണം. ഷോപ്പിഫൈയുടെ പുതിയ ടൂളായ സൈഡ് കിക്ക് ശരിക്കും നിങ്ങളുടെ ബിസിനസിന്റെ AI കോ-ഫൗണ്ടറായി പ്രവർത്തിക്കും. വെബ്സൈറ്റുകൾ നിർമ്മിക്കാനും മാർക്കറ്റ് പ്ലാനുകൾ തയ്യാറാക്കാനും ജോലികൾ എളുപ്പമാക്കാനും സമയം ലാഭിക്കാനും സഹായിക്കും. ഗോസ്റ്റ് പേപ്പർ വേണോ? ഇത് ചെറുതാണ്. സർവീസിന്റെ ആഡായിരുന്നു സോയ. ഗോസ്റ്റ് പേപ്പർ മാത്രം കഴിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചൊവ്വയിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്തായിരിക്കും? അപ്സൈഡ് ഫുഡ്സിൽ നിന്നുള്ള കൾട്ടിവേറ്റഡ് ചിക്കൻ. കോഴികളെ കൊല്ലാതെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ചിക്കനും. ഓ മൈ ഗോഡ്. അതായത് അവിടെ മറ്റേ കോഴികളെ കൊല്ലാണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കല്ലേ, അത് അവിടെ ഉണ്ട്. സോ ആക്ച്വലി നമുക്ക് ചൊവ്വ പോലത്തെ ഒരു ദിക്കിൽ പോയി സർവൈവ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ ഇപ്പോഴുണ്ട്. അതാണ് ഈ ബയോസ്ഫിയർ ഒക്കെ മുൻപ് ഒരു സങ്കല്പങ്ങളായിരുന്നു. ഇന്ന് ഷോപ്പിഫൈയുടെ സഹായത്തോടെ നിങ്ങൾക്കും ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ പങ്കുവഹിക്കാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ഐഡിയയും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. നിങ്ങളുടെ സ്വപ്നത്തെ യഥാർത്ഥ ബിസിനസ് ആക്കി മാറ്റാൻ ഈ QR സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ shopify.com/MrB സന്ദർശിക്കുകയോ ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ഭാവിയിലെ ടെക്നോളജി ആണെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ അത് തെറ്റി. ഇതെല്ലാം നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഏതെങ്കിലും ഒരു പെൺകുട്ടി നമ്മളോട് സംസാരിക്കുകയും അവനൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്താൽ ആ കുട്ടി ചൊവ്വയിൽ വളരുന്ന സാഹചര്യം വീഡിയോയിൽ കാണുന്നതെല്ലാം വളരെ അടുത്താണ്. അത് നിനക്കൊരു കുട്ടി ഉണ്ടാവുന്നതൊഴികെ ഇവിടെ നിങ്ങൾ കാണുന്ന ഈ സാധനങ്ങളൊന്നും ചൊവ്വയിലേക്ക് ടെലിപ്പോർട്ട് ചെയ്യപ്പെടുന്നതല്ല. ഇതെല്ലാം അവിടെ എത്തിക്കാൻ റോക്കറ്റ് ആവശ്യമാണ്. നിലവിലെ റോക്കറ്റ് സ്റ്റാർഷിപ്പ് ആണ്. സ്പേസ് എക്സ് നിർമ്മിച്ച അതിനാണ് 1 ബില്യൺ ഫ്യൂച്ചർ ടെക്നോളജി. ചൊവ്വയിലേക്ക് ആയിരക്കണക്കിന് സ്റ്റാർഷിപ്പുകൾ നിക്ഷേപിക്കാനുള്ള പദ്ധതികൾ കാണാൻ അവരെന്നെ ഇവിടേക്ക് ക്ഷണിച്ചു. ഇത് മനുഷ്യവർഗത്തെ ഒരു മൾട്ടി പ്ലാനറ്ററി സ്പീഷീസ് ആക്കി മാറ്റും. ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിങ്ങുകളിൽ ഒന്നിലാണ് സ്റ്റാർഷിപ്പ് നിർമ്മിക്കുന്നത്. ഇത്രയും വലിയ ബിൽഡിംഗ് സിമ്പിളായി പറഞ്ഞ ഒരു അറ്റത്ത് കൂടെ റോ മെറ്റീരിയൽസ് അകത്തേക്ക് വരുന്നു, മറ്റേ അറ്റത്ത് കൂടെ റോക്കറ്റ് ഷിപ്പിൽ പുറത്തേക്ക് പോകും. അതുപോലെയാണോ? അതെ, അതായത് നോക്ക്, ഇവിടെ എല്ലായിടത്തും റോക്കറ്റിന്റെ ഭാഗങ്ങളാണ്. ഇവിടെ വികസിപ്പിക്കുന്ന ടെക്നോളജി എങ്ങനെയാണ് മനുഷ്യരാശിയുടെ ഭാവി മാറ്റാൻ പോകുന്നതെന്ന് വിശദീകരിക്കാൻ സ്റ്റാർഷിപ്പിന്റെ വൈസ് പ്രസിഡന്റ് നമ്മളോട്. ഇതാണ് സ്റ്റാർഷിപ്പിന്റെ ഉൾവശം. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ആളുകളെ ചന്ദ്രനിലേക്ക് അയക്കാം, തൊട്ടു പിന്നാലെ ചൊവ്വയിലേക്കും. ഞങ്ങൾക്ക് ചൊവ്വയിലേക്ക് ഇതൊക്കെ ശരിക്കും ഉണ്ടോടെ? നമ്മുടെ ഈ ലോകത്ത് തന്നെ ഓൾറെഡി വേൾഡ് വാറൊക്കെ ഇടിച്ച് പൊളിച്ച് എല്ലാം നശിപ്പിച്ചിട്ട് ഇവരെല്ലാവരും ചൊവ്വയിൽ കയറി പോകുന്നതാണ്. അതായിരിക്കും പരിപാടി. ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ? അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യത്തെ ടിക്കറ്റ് ഒരേ സമയത്തിൽ ആയിരക്കണക്കിന് സ്റ്റാർഷിപ്പുകളെ അയക്കാനാണ് പ്ലാൻ. ആയിരക്കണക്കിന് ഓരോ സ്റ്റാർഷിപ്പിൽ 100 പേരെ ഉൾക്കൊള്ളാൻ കഴിയുമോ? അതെ. ഓ മൈ ഗോഡ് ബ്രോ, ഫ്യൂച്ചർ നമ്മൾ ഞെട്ടിച്ചിരിക്കും. ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡാ. മനുഷ്യരാശി ഇന്ന് വരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂളായ ഈ കാര്യം കണ്ടുകൊണ്ടിരുന്നപ്പോൾ വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് എനിക്ക് തോന്നി. സ്റ്റാർഷിപ്പ് സ്പേസിൽ എവിടെയെങ്കിലും വെച്ച് അൺഐഡന്റിഫൈഡ് ഒബ്ജക്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ക്യാമറ ഇല്ലാത്തപ്പോഴാണ് ചോദിച്ചെങ്കിൽ നിങ്ങളുടെ മറുപടി മറ്റൊന്നാകുമോ? ഇല്ല. എന്തായാലും നമുക്ക് തുടരാം. ഇവിടെ എല്ലാവരും സാധാരണക്കാരെ പോലെയാണ്. എല്ലാവരും നന്നായി ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ റോക്കറ്റുകൾ ഉണ്ടാക്കുക എന്നത് അവർക്കിപ്പോൾ സാധാരണ കാര്യമായി മാറിയിട്ടുണ്ടാവാം. ഇത് സീനാണ്. നിങ്ങൾ റോക്കറ്റ് ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാലോ അല്ലേ? അത് ഭയങ്കര സീനല്ലേ? അവർക്കത് അറിയില്ലായിരുന്നെങ്കിൽ ഞാൻ പേടിച്ചു പോയേനെ. ഇവരെ ചേർന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന റോക്കറ്റുകൾ പൂർണ്ണമായും റീയൂസബിൾ ആയ ഇതാണ് ഇവരെ കാര്യം. തിരിച്ചു വരും, വേസ്റ്റ് ഒന്നും പോവാണ്ട്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉരുകിയ ലാവയേക്കാൾ ഉയർന്ന താപനിലയാണ് നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് സ്പേസ് എക്സ് ടീം ഒരു ഹീറ്റ് ഷീൽഡ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തു. നമ്മൾ ഹീറ്റ് ഷീൽഡ് ടൈലുകളെ കുറിച്ച് സംസാരിക്കായിരുന്നല്ലോ. ഇതൊന്ന് പിടിച്ചു നോക്ക്. എന്ത് പറയുന്നു? അപ്പൊ ഇതാണ് ഹീറ്റ് ഷീൽഡ് ടൈൽ. ഇതൊരു ഒറിജിനൽ ഹീറ്റ് ഷീൽഡ് ടൈലാണ്. ഇത് വളരെ ലൈറ്റ് ആണല്ലോ. ഒന്ന് പിടിച്ചു നോക്ക്. കാരണം ഇതിൽ 18,000 ടൈലുകളുണ്ട്. ഇതിന് എത്ര ചൂട് താങ്ങാനാവും? ഒരു ബ്ലോ ടോർച്ചിന് പോലും തുളച്ചു കയറാൻ കഴിയാത്ത അത്ര ചൂട് താങ്ങാൻ കഴിയും. ഞാൻ എന്റെ കൈ ഇവിടെ വെച്ചിട്ട് ഇത് ഇവിടെ വെച്ചതിന് ശേഷം ഇതിലേക്ക് ബ്ലോ ടോർച്ച് അടിച്ചാൽ എന്ത് സംഭവിക്കും? ഞാൻ ബ്ലോ ടോർച്ച് അടിക്കാം. ശരിക്കും അത്രയ്ക്ക് വിശ്വാസം? എനിക്കൊരു ബ്ലോ ടോർച്ച് തരുമോ? പിന്നെ വിശ്വാസം ഇല്ലാണ്ട് ഈ സാധനം പിന്നെ റോക്കറ്റ് അയക്കാനുള്ളല്ലേ? അതിനൊന്നും ആവശ്യമില്ല. ആ ബ്ലോ ടോർച്ച് ഒരു സ്റ്റാർഷിപ്പ് പോലെ ഇരിക്കുന്നു. കമ്പനിയുടെ ആത്മാർത്ഥത എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു റെഫറൻസിനായി ഇത് ശരിക്കുള്ളതാണെന്ന് കാണിക്കാൻ ഇത് കണ്ടോ? കോൾ നീയും. സന്തോഷമേ ഉള്ളൂ. ഞാനിത് വിളിക്കാം. നിക്ക് എന്റെ കൈ പൊള്ളിക്കല്ലേ? ഒരിക്കലും ഇല്ല. ഇത് ഓറഞ്ച് നിറമാകുന്നു. ഇതിന് 2000 ഡിഗ്രിയിലധികം ചൂടുണ്ട്. പക്ഷെ എന്റെ കയ്യിൽ ഒന്നും ഇതിന് 2000 ഡിഗ്രിയിൽ അധികം ചൂടുണ്ട് ആ സാധനത്തിന്. സാധാ തീ പോലും അല്ല അത്. സയൻസ് ഒരു സംഭവം തന്നെ.
ഇപ്പൊ ഇതിൽ തൊട്ടാൽ എന്ത് സംഭവിക്കും? മിക്കവാറും കൈ പൊള്ളില്ല, പക്ഷേ ഇവനെന്തൊരു മണ്ടനാണെന്നുള്ള ഭാവമാണ് പുള്ളിയുടെ മുഖത്ത്. സ്പേസ് എക്സ് സമയത്ത് നൂറുകണക്കിന് സ്റ്റാർഷിപ്പുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാറുകൾ പോലെ റോക്കറ്റുകൾ ഉണ്ടാക്കി കൂട്ടുകയാണല്ലോ. അത് തന്നെ, ഇത് റോക്കറ്റുകൾ നിർമ്മിക്കുന്ന ഒരു ലൈനാണ്. സാധാരണക്കാർ ഇത് ആക്ച്വലി റോക്കറ്റ് ഉണ്ടാക്കണേ ഷോറൂം അല്ല, എന്താ പറയാ, ഫാക്ടറി എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ എന്റെ അമ്മേ. പ്രവേശനമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് അനുമതി ലഭിച്ചു. ടൈലുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇത് കിടത്തി വെച്ചിരിക്കുകയാണ്. ഞാൻ ഒരെണ്ണം വെച്ചോട്ടെ? ഒന്ന് ചോദിക്കട്ടെ, ഈ റോക്കറ്റ് പൊട്ടിത്തെറിക്കാൻ പാടില്ലല്ലോ. അത് പറ്റില്ല. പരിശീലനം അത് ശരിയാ, അറിയാണ്ടൊക്കെ ഫിറ്റ് ചെയ്തിട്ട് റോക്കറ്റ് പോയി കഴിഞ്ഞാൽ എന്തായാലും ലഭിച്ചിട്ടില്ലാത്ത ഒരാളെ കൊണ്ട് ഇതുവരെ ഫ്ലൈറ്റ് ഹാർഡ്വെയർ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള ഒരു ഹീറ്റ് ഷീൽഡ് ടൈലാണ് ഇത്. ഇതിങ്ങനെ വെക്കുന്നു, അതിനുശേഷം അരികുകൾ മടക്കി ടൈൽ ഇതിലേക്ക് അമർത്തുന്നു. ഇതിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ പോവാണ്. ഓ ശരിക്കും? പക്ഷെ ഇത് ഒരിക്കൽ മാത്രമേ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ല. നീ ഇത് തെറ്റിച്ചാൽ ഇത് പുറത്തെടുക്കാൻ ഞങ്ങൾ ഇത് പൊളിക്കേണ്ടി വരും. ശരിക്കും? അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അത് കേൾക്കുമ്പോ കുറച്ച് ഓക്കേ, ചെയ്ത് നോക്കാം. അത് ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഇത് സ്പേസിലേക്ക് പറക്കും. ഇല്ലെങ്കിൽ ഇത് പറിച്ചെടുക്കേണ്ടി വരുമോ? അതെ, ഇത് എന്തായാലും അല്ലേ? മാറിപ്പോയി. ഇതിന് റോക്കറ്റ് സയൻസ് വേണ്ടി വരും. ഇനി ഇത് അമർത്താം. താഴേക്ക് അമർത്തണോ? അത്രേ ഉള്ളൂ. ഓക്കേ, നീ അത് ചെയ്തു. ഇപ്പോൾ ഞാനിതിൽ സൈൻ ചെയ്യുകയാണ്. MB മിസ്റ്റർ ബീസ്റ്റ്. ഇനി എങ്ങാനും ഈ ടെയിൽ കാരണം റോക്കറ്റ് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ AI ആണ്. ഇത് സത്യമല്ല. ഇത് സത്യം നിങ്ങൾക്ക് സാധിക്കില്ല. പക്ഷെ ഞാനൊരു സാക്ഷിയാണ്. നീയും AI ആണ്. അഥവാ ഇതെങ്ങാനും പൊട്ടിത്തെറിച്ചാൽ ഇത്രയും വലിയ $1 ബില്യൺ റോക്കറ്റ് ഫാക്ടറി ആയിട്ട് പോലും സ്റ്റാർഷിപ്പുകളുടെ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിന് ഇത് മതിയാവില്ല. നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങളെല്ലാം യോജിപ്പിച്ചു കഴിഞ്ഞാൽ സ്റ്റാർഷിപ്പ് ഇത്രയും വലുതാണ്. ക്യാമറയിൽ ഇതിന്റെ യഥാർത്ഥ വലിപ്പം മനസ്സിലാവില്ല, അത്രയും ഭീമാകാരമാണ്. ഒരിക്കൽ നിങ്ങൾ ഇതിൽ പറന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് പോവാൻ സാധ്യതയുണ്ട്. ക്രേസി. ഞങ്ങളുടെ സ്റ്റാർവേ ടൂർ അവസാനിച്ചപ്പോൾ ക്യാമ്പസിനകത്ത് സ്പേസിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന മറ്റു സ്റ്റാർഷിപ്പുകൾ കാണാനായി ഇതൊന്നും ഫിറ്റ് ചെയ്ത് കഴിയാതാണോ? അപ്പോ അങ്ങനെയാണോ? അത് ഇതിന്റെ അപ്പുറത്തെ സൈഡ് മാത്രമല്ലോ, അതാണോ? നിങ്ങളെ കൊണ്ടുപോയി സോഷ്യൽ മീഡിയയും ന്യൂസും കാണുമ്പോൾ ഭാവി ഭയങ്കര മോശമാണെന്നും പേടിപ്പിക്കുന്നതാണെന്നും തോന്നാം. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ട കാര്യങ്ങൾ എനിക്ക് ശരിക്കും വലിയ പ്രതീക്ഷകൾ നൽകി. ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് പുതിയൊരു ജീവിതം നൽകാൻ സഹായിക്കുന്ന അത്ഭുതകരമായ ബയോടെക്നോളജി ഇത് പോസിബിൾ ആണ്, പക്ഷെ വളരെ വില കൊടുക്കേണ്ടി വരും. അതാണ് എന്റെ പ്രത്യേകത. മുതൽ നമ്മുടെ യാത്രാ രീതികളെ മാറ്റിമറിച്ചുകൊണ്ട് ആകാശത്തിലൂടെ പറക്കുന്ന കാറുകൾ മുതൽ മൃഗങ്ങളെ ദുരിതങ്ങളിൽ നിന്നും വംശനാശത്തിൽ നിന്നും സംരക്ഷിക്കുന്ന DNA ടെക്നോളജി മുതൽ ഇതിനാദ്യം എന്ത് വേണം? വാറ് ഇതൊക്കെ നിക്കണം. നമ്മുടെ നാട്ടില് വാറ മറ്റു ഗ്രഹങ്ങളിലെ ജീവിതത്തെക്കുറിച്ചും അവിടേക്കുള്ള യാത്രകളെ കുറിച്ചും മനസ്സിലാക്കി മനുഷ്യരാശിയെ ഭൂമിക്കപ്പുറത്തുള്ള ഒരിക്കൽ അസാധ്യമെന്ന് കരുതിയ ലോകങ്ങളിലേക്ക് എത്തിക്കുന്നതുവരെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എക്സൈറ്റിംഗ് ആയ ഒരു ഭാവിയാണ്. പക്ഷെ ഈ സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. ഇത് ഫേക്ക് അല്ലേ? ഇത് ഒറിജിനൽ അല്ലല്ലോ. ഈ മനുഷ്യരാശിയെ ഭൂമിക്കപ്പുറത്തുള്ള ഇത് പിന്നെ മിക്കവാറും ആവാൻ ചാൻസ് ഉണ്ട്, ഒരിക്കൽ അറിയില്ല. അസാധ്യമെന്ന് എഡിറ്റിംഗ് ആവാൻ കരുതിയ ചാൻസ്. ലോകങ്ങളിലേക്ക് എത്തിക്കുന്നതുവരെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എക്സൈറ്റിംഗ് ആയ ഒരു മേ ഭാവിയാണ്. ബി ഒറിജിനൽ ആയിരിക്കും, ഒറിജിനൽ ആവില്ല. സോ എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് അറിയാം ഭയങ്കര ലോങ് ആണ്, പക്ഷേ വേറെ ലെവൽസ് ആണ്. എനിക്കിത് കാണുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് രാത്രി ഇത് ചുമ്മാ കണ്ടത്. ഞാൻ ഓക്കെ സോ റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങൾ കുറെ പേര് പറഞ്ഞല്ലോ സർവീസിന്റെ വീഡിയോ റിയാക്ട് ചെയ്യാൻ. സോ എനിക്കറിയില്ല എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഐ മീൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. എന്റെ റിയാക്ഷൻ ഒന്നും വലിയ കഥയില്ല, പക്ഷെ ഞാൻ ഇത് നിങ്ങൾക്ക് കാണാത്തതിന്റെയും കാണാൻ വേണ്ടി മാത്രം എനിക്കറിയാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നു. സോ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ അപ്പോ സൂൺ ഇതിൽ ഈ ചാനൽ ഒന്നുകൂടി ആക്റ്റീവ് ആക്കണമെന്നെങ്കിൽ ഉണ്ട്. വെക്കേഷൻ ഒക്കെ ഇല്ല, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആക്റ്റീവ് ആക്കി എടുക്കാന്നുണ്ട്. ടൈം കിട്ടണല്ലേ. ഇപ്പൊ 2 ചാനൽ ഉണ്ടല്ലോ, പ്രോബ്ലോഗ്സും GT ഗെയിം തെറാപ്പിസ്റ്റും എല്ലാ ദിവസവും വീഡിയോ ഉണ്ട്. സോ അതിന്റെ ഒരു പണിയാണ്. സോ ഗൈസ്, അപ്പൊ അടുത്ത ദിവസം വരാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.